നമസ്കാരം. പാർലമെന്റിൽ ഓരോ സമ്മേളനം തുടങ്ങുമ്പോഴും അതിനെ തടസ്സപ്പെടുത്താനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ അംബേദ്കറുടെ പേരും പറഞ്ഞ് പാർലമെന്റ് പ്രസിദ്ധമാക്കി. ഇന്ന് ആ അംബേദ്കറുടെ പേരും പറഞ്ഞ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് പാർലമെന്റിൽ ഇന്ന് രാഹുൽ ഗാന്ധി കാണിച്ചത്. ഇന്ത്യ സഖ്യത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുതിർന്ന ബി.ജെ.പിയുടെ നേതാവ് അതായത് എം.പിയെ മൂക്കിടിച്ച് പരത്തിയിരിക്കുകയാണ്. ബി.ജെ.പി എം.പിയെ രാഹുൽ ഗാന്ധി മർദ്ദിക്കുകയും അതോടൊപ്പം തന്നെ ഇടത് കണ്ണിന് സമീപം പരിക്കേറ്റ പ്രതാപ് ചന്ദ്ര സാരംഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആക്രമിച്ചതിന് ശേഷം മുതിർന്ന എം.പിയെ രാഹുൽ നിലത്ത് തള്ളിയിടുകയും ചെയ്തിട്ടുണ്ട്. സാരംഗിയെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെ അമിത്ഷാ അംബേദ്കറെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുലും കോൺഗ്രസും കൂടി ഇന്ന് ഡൽഹിയിൽ പ്രക്ഷുബ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുറിവിൽ നിന്ന് രക്തം വരുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഇദ്ദേഹത്തെ ഉടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ബി.ജെ.പി നേതാക്കൾ. രാവിലെയോടെയാണ് ഇരു വിഭാഗവും പാർലമെന്റ് പരിസരത്ത് പ്രകടനവുമായി ഇറങ്ങിയത്. അംബേദ്കറിനെതിരായി വിവാദ പരാമർശം നടത്തിയെന്ന് കോൺഗ്രസ് ആരോപിക്കുകയാണ്. അവർക്ക് സഭ നിർത്തിവെക്കാൻ ഓരോ കാരണങ്ങൾ ഓരോ ദിവസവും വേണം. അതുകൊണ്ടാണ്, കാരണം സഭ തുടങ്ങിയാൽ സോണിയാഗാന്ധിയുടെ ജോർജ് സോറസ് എന്ന പടക്കം പുറത്തു വരും. അതേസമയം കോൺഗ്രസ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ആരോപിച്ച് എൻ.ഡി.എ നേതാക്കളുടെ പ്രകടനവും ഇന്ന് പാർലമെന്റിന് മുന്നിൽ അരങ്ങേറി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് എം.പി പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ അംബേദ്കർ പ്രതിമയുടെ മുന്നിൽ നിന്നാണ് പ്രതിപക്ഷ പ്രതിഷേധം ആരംഭിച്ചത്. തുടർന്ന് മഗർദ്വാരിലേക്ക് മാർച്ച് നടക്കുകയുണ്ടായി. നീല വസ്ത്രമണിഞ്ഞാണ് പ്രതിപക്ഷ എം.പിമാർ പ്രതിഷേധത്തിനായി എത്തിയത്. ഇവിടെ വച്ച മുദ്രാവാക്യം വിളികളുമായി നിന്ന് പ്രതിപക്ഷത്തിനിടയിലേക്ക് പ്രിയങ്കയുടെ നേതൃത്വത്തിലുള്ള എം.പിമാർ കയറിയതോടെയാണ് ഭരണ പ്രതിപക്ഷ എം.പിമാർ തമ്മിൽ പരസ്പരം പിടിച്ചു തള്ളുന്ന സാഹചര്യം വരെ ഉണ്ടായത്. അതായത് ഒരു ആക്രമണം അല്ലെങ്കിൽ ഒരു ഉന്തും തള്ള്, ഒരു പ്രതിഷേധം, അടി ഉണ്ടാക്കാൻ കരുതിക്കൂട്ടിയാണ് കോൺഗ്രസ് നേതാക്കൾ എത്തിയത്. ഇതിനിടയിലാണ് ബി.ജെ.പി എം.പി ആയ പ്രതാപ് സാരംഗിക്ക് പരിക്കേറ്റത്. ഇദ്ദേഹത്തെ ഉടൻ തന്നെ വീൽ ചെയറിലിരുത്തി ആശുപത്രിയിലേക്ക് മാറ്റുകയുണ്ടായത്. രാഹുൽ ഗാന്ധിയാണ് താഴെ വീഴാൻ കാരണക്കാരനെന്ന് പ്രതാപ് സാരംഗി പറഞ്ഞിരിക്കുകയാണ്. രാഹുൽ മറ്റൊരു എം.പിയെ പിടിച്ചു തള്ളിയെന്നും അദ്ദേഹം തന്റെ ദേഹത്തേക്ക് വീണതോടെയാണ് താനും വീണു പോയതെന്ന് പ്രതാപ് സാരംഗി പറഞ്ഞു. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകുമെന്ന് പ്രതാപ് സാരംഗി പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു കാരണവശാലും ശൈത്യകാല സമ്മേളനത്തിൽ നടക്കുന്ന ഈ ഒരു അവസരത്തിൽ പാർലമെന്റ് കൂടരുത് എന്ന് രാഹുൽ ഗാന്ധിക്ക് കൃത്യമായ ഒരു അജണ്ട തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടിക്കഴിഞ്ഞാൽ ബി.ജെ.പിയുടെ യുവ എം.പിമാർ സോണിയാഗാന്ധിയും രാഹുലും ജോർജ് സോറസും അടക്കമുള്ളവരുടെ ബന്ധം ഓരോ ദിവസവും ഓരോ പുതിയ കാര്യങ്ങളുമായിട്ട്, പുതിയ തെളിവുകളുമായിട്ടാണ് പാർലമെന്റിൽ ഉന്നയിക്കുന്നത്. അത് ഉത്തരം മുട്ടി നിന്നാൽ അത് കാണുന്ന ജനങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഇവർക്ക് അമേരിക്കയിലെ വിഘടനവാദികളുമായിട്ട്, ശത്രുക്കളുമായിട്ട് ബന്ധമുണ്ടെന്ന്. അത് കോൺഗ്രസിന് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ രീതിയിൽ ക്ഷീണമുണ്ടാകും എന്നതുകൊണ്ട് തന്നെയാണ് ഒരു കാരണവശാലും പാർലമെന്റ് സമ്മേളനം കൂടാതിരിക്കാൻ വേണ്ടി ഒരു അടിയെങ്കിൽ അടി ആ രീതിയിലേക്ക് കോൺഗ്രസ് എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് സമാധാനപരമായി ഇരുന്ന് സമരം ചെയ്തുകൊണ്ടിരുന്ന ഭരണപക്ഷ അതായത് ബി.ജെ.പിയുടെ എം.പിമാരുടെ കൂട്ടത്തിലേക്ക് കോൺഗ്രസിന്റെ എം.പിമാർ ഓടിക്കേറി അവരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായത്. എന്തായാലും ലോക ചരിത്രത്തിൽ അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു പ്രതിപക്ഷ നേതാവ് ഭരണപക്ഷത്ത് എം.പിയുടെ മൂക്ക് വരെ ഇടിച്ചു വരുത്തി അതിക്രൂരമായി ഉപദ്രവിക്കുന്നത്.